യുദ്ധം എല്ലാവരും ബാധിച്ചു തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിൽ അഴീക്കോട് പഞ്ചായത്തിലെ ബാലേട്ടന്റെ കടയിൽ പോലും ഇപ്പോൾ ഗ്യാസ് കിട്ടാത്ത സാഹചര്യമായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഹോട്ടലുകൾ അതിന്റെ ടൈമിംഗ് കുറച്ച് അല്ലെങ്കിൽ അതിന്റെ കടികളുടെ എണ്ണം കുറച്ച് എന്നൊക്കെ വിധത്തിലുള്ള സാഹചര്യം വരുമ്പോൾ യുദ്ധം എല്ലാവരും ബാധിച്ചു തുടങ്ങിയെന്നാണ് അർത്ഥം. നേരത്തെ ഇതോ ഇറാൻ അങ്ങ് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി പോകുന്നുള്ള സംഖ്യകളും പ്രസംഖ്യകളൊക്കെ ആത്യന്തികമായിട്ടുള്ള ഇറാനോടുള്ള ഒരു മുസ്ലിം സംഖ്യകൾക്ക് അങ്ങനെയാണല്ലോ. അതായത് ഒരു മുസ്ലിം പേര് കാരണമോ മുസ്ലിം സ്ഥാപനമോ ഒരു മുസ്ലിം രാജ്യമോ തകർന്ന് തരിപ്പണമാകുന്നതാണ് വേണ്ടി ഭയങ്കര അവർക്ക് ആവേശമാണ്, ഒരു ആഹ്ലാദമാണ്. അതിനെന്താ കാരണം അറിയില്ല, അവിടെ കിടക്കട്ടെ. അപ്പൊ യുദ്ധം ഈ സംഖ്യകളല്ലാത്തവരെയും എല്ലാ മനുഷ്യരെയും ഈ എന്താ പറയുക ബാധിച്ചു തുടങ്ങി. യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലും ആഫ്രിക്കയിലും എല്ലാവർക്കും ബാധിച്ചു. കാരണം അങ്ങനെയുള്ളൊരു സോണിലാണ് യുദ്ധം നടക്കുന്നതുകൊണ്ട് എല്ലാവരും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒട്ടും ബാക്കോട്ട് പോകാൻ തയ്യാറല്ല. അവരുടെ ചരിത്രം എങ്ങനെയാണ്? അവർ നമ്മുടെ ഇന്ത്യൻ ഭാഷയെ പറഞ്ഞ സംഖ്യയുടെ ഭാഷയെ പറഞ്ഞാൽ ക്ഷത്രിയരാണ്. അവർ ബാക്കോട്ട് പോകില്ല, അവരെ സറണ്ടർ ചെയ്യില്ല. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമേരിക്കന്റെ മിലിറ്ററി എന്താ പറയുക ടാർഗറ്റ് മാത്രമായിരിക്കില്ല, അമേരിക്കന്റെ കൊമേഴ്ഷ്യൽ അസറ്റ്, അത് ഡിഫൻസ് അസറ്റ് മാത്രമായിരിക്കില്ല, കൊമേഴ്ഷ്യൽ അസറ്റ് കൂടി ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒറാക്കിൾ, എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ഈ റീജിയനിലുള്ള അതിൻ്റെയൊക്കെ സ്ഥാപനങ്ങളെയും കൂടി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു പറയുമ്പോൾ അതിന്റെ ഭീകരാവസ്ഥയിലേക്ക് ചിലപ്പം നീങ്ങാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഹോർമൂസിൽ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നമുക്കൊക്കെ എല്ലാവരും ബാധിച്ചു തുടങ്ങി. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് സർവനാശത്തിലേക്കാണ്. യുദ്ധം എവിടെയും എന്താ പറയുക ആരുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്തൂല എന്ന് എല്ലാവർക്കും അറിയാം. വാറിംഗ് പാർട്ടി മാത്രമല്ല, വാറിംഗ് പാർട്ടി അല്ലാത്ത രാജ്യങ്ങളൊക്കെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് യുദ്ധം. ഇവിടെ അൾട്ടിമേറ്റ്ലി തെറ്റ് ചെയ്തത് എല്ലാവർക്കും പച്ച പോലെ അറിയുന്ന ഒരു കാര്യമാണ്. ആരാണ്? അമേരിക്കയും ഇസ്രായേലുമാണ്. സെക്കൻഡ് ടൈമാണ് അവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇറാൻ ആക്രമിക്കുന്നത്. എന്താ ഇവർ പറയുന്ന റീസൺ? പിന്നെ ഇറാൻ അണുവായുധം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അണുവായുധം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഭീഷണിയാണ് എന്ന് പറയുന്ന അമേരിക്കയാണ് ലോകത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്നത്തെ ഡേറ്റ് സംബന്ധിച്ച് അവസാനമായിട്ടും ആറ്റം ബോംബ് ഉപയോഗിച്ച രാജ്യം. അവരാ പറയുന്നത് ആറ്റം ബോംബ് കയ്യില്ലാത്ത, അണുബോംബ് ഇല്ലാത്ത ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയോട് വന്നോളൂ, കണ്ടോളൂ, പരിശോധിച്ചോളൂ എന്ന് പറയുന്ന, ആണവായുധം ഉണ്ടാക്കില്ല, വികസിപ്പിക്കില്ല, ടെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ രാജ്യത്തിനെ ആക്രമിക്കുന്നത്. അപ്പോൾ വൈരുദ്ധ്യം ആലോചിക്കാൻ മതി. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ബാധ്യത യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു കെട്ടിടം, അതിനെക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അവസാനിപ്പിക്കേണ്ട ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഇനി യുദ്ധത്തിന്റെ ഈ ഗുണഭോക്താവ് ആരാന്ന് വെച്ചാൽ എല്ലാവർക്കും നാശമുണ്ട്, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. യുദ്ധത്തിന്റെ ഗുണഭോക്താവ് റഷ്യയാണ്. ഇപ്പം എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കാരോട് പറയാൻ തുടങ്ങി, പണ്ട് ആ ഉക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു സാധനം ഞങ്ങൾ എടുക്കില്ല, നിങ്ങളെ ഗ്യാസും വേണ്ട, നിങ്ങളെ പെട്രോളും വേണ്ട, നിങ്ങളെ കെമിക്കലും വേണ്ട, നിങ്ങളെ ഒരു സാധനം വേണ്ട, നിങ്ങളെ എന്താ പറയുക കോൺ ഓയിലും വേണ്ട, സൺഫ്ലവറും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അവരോട് പറയുന്നത് തരുവോ എന്ന് ചോദിച്ച് നടക്കുന്ന സാഹചര്യത്തിൽ റഷ്യ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ റെഡിയാണ്, നമുക്ക് വീണ്ടും ട്രേഡ് അഗ്രിമെന്റ് ഓപ്പൺ ചെയ്യാം എന്ന വിധത്തിൽ വരുമ്പോൾ ഇന്ത്യനോടും നിങ്ങൾ വേണമെങ്കിൽ റഷ്യൻ എടുക്കുന്ന ഓയിൽ വാങ്ങിക്കുമെന്ന് ട്രംപിന് പറയേണ്ട സാഹചര്യം പോലും റഷ്യക്ക് ഗുണമാണ്. അതുകൊണ്ട് ലോകത്ത് എല്ലാ സ്ഥലത്തും ഡിസാസ്റ്റർ ഉണ്ടാക്കുന്ന യുദ്ധം അൾട്ടിമേറ്റ്ലി ഗുണം എടുക്കുന്നത് റഷ്യയാണ്.